യെസ്, വന്നു 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 വന്നു. എന്ത് പറ്റി? ഞാനല്ലേ ഇപ്പൊ വന്നിട്ട് ഹലോ പറഞ്ഞിട്ട് പോയത്. അയ്യോ, ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇവിടെ ലേണേഴ്സ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചു പേരാവട്ടെ. ഞാൻ അന്നേരം ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് ടൈപ്പ് ചെയ്യായിരുന്നു കേട്ടോ. കോഴ്സ് ഷെഡ്യൂൾ ചെയ്യുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ക്യാമറ പൊടിക്ക് ഡൗൺ, താഴോട്ട് വെക്കാനോ? ആണോ? ഫോക്കസ് ഇല്ലേ? കാണാലോ? ഇപ്പൊ സെറ്റ് അല്ലേ? ഓക്കെ ആയല്ലോ? ഓക്കെ ആയി, സെറ്റ്. യെസ്. അപ്പോ നമുക്ക് ഇന്നലെ രാത്രി 9:30 ഉച്ചയ്ക്ക് 2 മണിക്ക് എടുക്കേണ്ടതായിരുന്നു. കേരള PSCയുടെ കോമ്പാറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് 2 മണിക്ക് എടുക്കാത്തത്. കോമ്പാറ്റ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തായിരുന്നോ? പൊടിക്ക് ചിന്നപ്പോ രാജുബായ് എത്ര നാളായി കണ്ടിട്ട്? അറ്റൻഡ് ചെയ്തായിരുന്നോ കേരള PSC കോമ്പാറ്റ് ആരെങ്കിലും? എന്തു പറ്റി? യെസ്, നീന പറയൂ. നീന, ഞാൻ ആരുടെയും പേര് വിളിച്ചില്ല. 82ാമത്തെ റാങ്ക് അല്ലേ രശ്മി? ഓക്കെ. അകത്ത് 100-നകത്ത് വരുന്നവർക്കൊക്കെ ഗിഫ്റ്റ് ഉണ്ട്, ആമസോൺ വൗച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു സയൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു സയൻസ് ഒക്കെ? എളുപ്പമില്ലായിരുന്നോ? ഇല്ലേ? ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ടത് ഞാനായിരുന്നു. ഓ, സത്യസന്ധമായിട്ട് പറയൂ, സയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്കൽ സയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? GK പാടായിരുന്നോ? സയൻസ് എളുപ്പമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. സയൻസ് കിട്ടും. ദ്വിതീയ മഴവിലിന്റെ ചോദ്യം കിട്ടും. പിന്നെ വൈദ്യുതി പ്രേഷണം ചെയ്യുന്ന ഉയർന്ന വോൾട്ടേജ് കിട്ടും. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോ ആന്റി പേഴ്സ്പിറന്റിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ആ ക്വസ്റ്റ്യൻസ് കിട്ടില്ലേന്നോ? അതറിയില്ല കേട്ടോ. ആന്റി പേഴ്സ്പിറന്റ് ആർക്കെങ്കിലും കിട്ടാതെ കുറച്ചു പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല. ബട്ട് ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് കിട്ടിക്കാണും. പിന്നെ വേറെ എന്താ സയൻസിൽ? വേറൊന്നുമില്ല. സയൻസ് ഈസി ആയിരുന്നു. പിന്നെ നൈട്രോജനുകളില് മെറ്റൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അയ്യോ, അതിന്റെ സൊല്യൂഷൻസ് അതിന്റെ കൂടെ തന്നെ ഉണ്ട്. വീഡിയോ സൊല്യൂഷൻ ഉണ്ട്, അപ്പൊ തന്നെ കാണാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ടേ ആ ലിങ്ക് ഞാൻ ചാനലിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്യാം. സൊല്യൂഷൻ കിട്ടും, ഇനിയും കിട്ടും. അതെ, സബൂറ കിട്ടുന്നുണ്ടല്ലോ. സ്വാതി കിട്ടും കേട്ടോ, ഇനിയും കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അപ്പോ ഇന്ന് ഓക്കെ. ആഴ്സനിക് എഴുതിയല്ലേ? ആഴ്സനിക് ആന്റിമണി ഒന്നും വരില്ല, മെറ്റലോയിഡ്സ് ആണ്. ബിസ്മത്ത് കേട്ടോ. ബിസ്മത്ത് ആണ് ലോഹം. പിന്നെ വരുന്നത് മോസ്കോവിയം. അതിൽ മോസ്കോവിയത്തിന് പകരം സമേറിയം ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പം ഇന്നലെ ഞാൻ ഇല്ലായിരുന്നു. ഇന്നലെ ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എത്തിയപ്പോഴത്തേക്കും 10:30 പിന്നെ ഇന്നലത്തെ ക്ലാസ് നടക്കൂല എന്നറിയായിരുന്നു, റീഷെഡ്യൂൾ ചെയ്തു. പകരം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇന്നലെ നമുക്ക് ജലമായിരുന്നു പഠിക്കേണ്ടത്. ജലത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ ഉള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ ഇന്ന് അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ആ ചോദ്യം കൂടി ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഇന്ന് വന്നിട്ട് ഡെയിലി ലൈഫ് ആസിഡ്സ് ആണ് കേട്ടോ. ഡെയിലി ലൈഫ് ആസിഡ്സ് നിത്യജീവിതത്തിലെ ആസിഡുകളാണ്. അപ്പോ നമ്മൾ ഇതിനു മുമ്പ് ഈ എന്താണ് ധാതു ആസിഡ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു സെഷൻ. ഓർമ്മയുണ്ടോ? മിനറൽ ആസിഡ്സ് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഒരു ക്ലാസ്സിലാ. അപ്പൊ ബാക്കി ഡെയിലി ലൈഫ് ആസിഡ്സ് കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ അങ്ങ് ചേർത്തു. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ ജലവും ഇന്നത്തെ ആസിഡുകളും രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇന്ന് ഇട്ടേക്കുന്നത്. ഓക്കെ. ഇനി ജലത്തിന്റെ ക്ലാസ് ഞാൻ റീഷെഡ്യൂൾ ചെയ്തില്ല. അപ്പൊ ഞാൻ വേറെ ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാൻ തരും. അന്ന് ഞാൻ മിക്കവാറും നിങ്ങൾക്ക് തരുന്നത് കംപ്ലീറ്റ് ആയിരിക്കും. 100 മാർക്കിന് എല്ലാം കൂടി ആയിരിക്കും. അതിനെ പകുതി ആക്കിയിട്ട് കേട്ടോ. 100 മാർക്കിനായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാമോ? ഇനി സ്റ്റാർട്ട് ചെയ്യാം. എപ്പോ തീരുവോ അപ്പൊ അങ്ങ് വിട്ടേക്കും. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, 25 മിനിറ്റ് എങ്കിൽ 25 മിനിറ്റ്, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ. തുടങ്ങാം. നിങ്ങൾ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു സൈഡിൽ ഇരുന്ന് പതുക്കെ ഷെഡ്യൂളും ചെയ്യാം കേട്ടോ. നമ്മുടെ ഡിഗ്രി കോഴ്സ് ഞാൻ ഫെബ്രുവരി 25-നാണ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കാരണം അവേഴ്സിന്റെ ഒരു കൺഫ്യൂഷൻ ആണ്. ഫെബ്രുവരി 25 തൊട്ട് കാര്യമായിട്ട് ഇംഗ്ലീഷ് ആണ് വെച്ചേക്കുന്ന മീഡിയം. എങ്ങാനും അൺഅക്കാഡമി മലയാളത്തിൽ എടുക്കൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ തന്നെയായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഡിഗ്രി ലെവൽ ഇംഗ്ലീഷിൽ എടുക്കുന്നതായിരിക്കും സുഖം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. എനിക്ക് സിലബസ് ഒക്കെ കിട്ടിയത് മലയാളത്തിലായിരുന്നു, അൺഅക്കാഡമി തന്നതേ. അതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും പിടിയില്ല. നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ തുടങ്ങാലോ. രണ്ടും കൂടി ഉണ്ടായിക്കോട്ടെ. രണ്ടും കൂടി മെനക്കേടാ. ഇംഗ്ലീഷും മലയാളവും കൂടെ എത്ര ക്ലാസ് നീങ്ങില്ല, വെറും ബോറായി പോകും. എന്തായാലും നമുക്ക് നോക്കാം, എങ്ങനെയാ നോക്കാം. നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ? തുടങ്ങാം. ഓക്കെ. അപ്പോ
അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നോട്ട്സ് മാത്രം തന്നെയാണ് മെനക്കേട്. നോക്കാം, ഞാൻ പറയാൻ വന്നത് ഈ വരുന്ന ജനുവരി 26-ന് SCERT സയൻസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൂടാതെ പിന്നെ ഈ വരുന്ന ഫെബ്രുവരി തന്നെ ഡിഗ്രി ലെവലിന്റെ കോഴ്സുകളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യും. ഇനി അടുപ്പിച്ച് പറ ഡിഗ്രി ലെവലിന്റെ ബാച്ച് കോഴ്സുകളും ഇൻഡിവിജ്വൽ കോഴ്സുകളും അതിനകത്ത് വീക്ക് ആയിട്ടുള്ള ടോപ്പിക്കിനെ ഞാൻ സെപ്പറേറ്റ് കോഴ്സ് ആക്കിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ പ്ലസിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ ഇത് ഈ റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ട് കമന്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പിൻ ചെയ്യാം. റെഫറൽ കോഡ് ദീപിക തന്നെയാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ലിങ്കും കൂടി ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചോട്ടെ. അപ്പൊ ആ പണി നമുക്കങ്ങ് കഴിയുമല്ലോ. എന്നിട്ട് നമുക്ക് ഇരുന്ന് ഫോളോ ചെയ്യാം. ഇതേ കമന്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് തരാം. കോപ്പി പേസ്റ്റ്. ഓക്കെ, ഇതാ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സാം ഡേറ്റ് ഒക്കെ നമുക്ക് പഠിക്കാം, വരുമ്പോ വരട്ടെ. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഒരു ഡ്യൂറേഷൻ സെലക്ട് ചെയ്ത് റെഫറൽ കോഡ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസിലേക്ക് വരിക. പുതിയ കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 3 മാസത്തെങ്കിലും എടുത്തു നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാമല്ലോ. സ്റ്റക്കൊന്നുമില്ല, അയ്യോ സ്റ്റക്കൊന്നുമില്ല. ഒന്നാമത്തെ ചോദ്യം, കുടിവെള്ളത്തിൽ അനുവദനീയമായ പരമാവധി ക്ലോറിന്റെ അളവ് എത്ര? 2 ppm, 4 ppm, 1 ppm, 0.5 പാർട്സ് പെർ മില്യൺ. കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് പോൾ ചെയ്യാം. പരമാവധി ക്ലോറിനാണ് ചോദ്യം. കുഴപ്പമില്ല. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് 4 ppm. ഇനി ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ എത്ര ശതമാനമുണ്ട്? 89%, 100%, 45%, 50%. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ്. വാട്ടർ പഠിച്ചില്ലേ സ്വാതി? സിമ്പിളാ, ഇന്നലത്തെ അല്ലേ, മറന്നുപോയി കാണും. ഇന്നലെ പഠിക്കേണ്ടല്ലായിരുന്നു? ആദ്യത്തെ കംപ്ലീറ്റ് വാട്ടറും അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമ്മുടെ കുറച്ച് ഡെയിലി ലൈഫ് ആസിഡ്സ്. 30 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അത്രയ്ക്കുള്ളതേ ഉള്ളൂ. കട്ട് ചെയ്യുന്നു. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് ഫൗസിയ 89%. ജലത്തിന്റെ തിളനില എത്ര? 120 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, 50 ഡിഗ്രി സെൽഷ്യസ്, 150 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ കറക്റ്റ് ചോദ്യം നോക്കിയിട്ട് ഉത്തരം കൊടുക്കണേ. അയ്യോ തെറ്റിപ്പോയി എന്ന് വന്ന് പറയരുത്. വെരി ഗുഡ്. ഞാൻ ഉന്നത മർദ്ദത്തിൽ എന്ന് ചോദിച്ചിട്ടില്ല, ഹൈ പ്രഷർ എന്ന് ചോദിച്ചിട്ടില്ല. ജലത്തിന്റെ തിളനില എന്ന് വെച്ചാൽ നോർമൽ പ്രഷറിൽ എത്ര എന്നാ. കട്ട് ചെയ്യുന്നു. 100 ഡിഗ്രി സെൽഷ്യസ് ആണേ. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം മാറ്റാൻ താഴെ തന്നിരിക്കുന്നതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മാർഗം ഏതാണ്? സോഡിയം കാർബണേറ്റ് ഉപയോഗിച്ച്, സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിച്ച്, തിളപ്പിക്കുന്നതിലൂടെ. ഇവയെല്ലാം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം പോൾ ചെയ്യാം. ഞാന് കാഠിന്യം മാറ്റാനെന്നല്ല ചോദിച്ചത്, താൽക്കാലിക കാഠിന്യം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ ഉത്തരം തിളപ്പിക്കൽ കേട്ടോ. ചോദ്യം 5, ജലാശയത്തിന്റെ ആഴം കൂടുന്തോറും മർദ്ദം കൂടുന്നോ കുറയുന്നോ മാറ്റമില്ല, പ്രവചിക്കാൻ കഴിയില്ലെന്നാ പറയുന്നത്. പോൾ ചെയ്യാം. ജലാശയത്തിന്റെ ആഴം കൂടുന്തോറും മർദ്ദം. ഓക്കെ, കട്ട് ചെയ്യുന്നു. ആഴം കൂടുന്തോറും മർദ്ദത്തിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ചോദിക്കാം. കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ജലത്തിന് വെളിച്ചെണ്ണയെക്കാളും വിശിഷ്ട താപധാരിത കൂടുതലാണ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ നിങ്ങൾ പറയണേ. കട്ട് ചെയ്യുന്നു. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. അതെ, ഡബിൾ ആണ്. ചോദ്യം 7, ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, ഇവയെല്ലാം. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം കൊടുക്കുക. 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4-ൽ ബെസ്റ്റ്.
ഞാൻ താൽക്കാലിക കാഠിന്യമെന്നോ സ്ഥിര കാഠിന്യമെന്നോ പറഞ്ഞിട്ടില്ല. കോമൺ ആയിട്ട് കാഠിന്യത്തിന് കാരണം എന്ത്? അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ഇവയെല്ലാം. പിന്നെ ഈ തന്നിരിക്കുന്നതൊക്കെ സ്ഥിരകാഠിന്യമാണല്ലേ. ഇനി ഡിറ്റർജന്റ് രാസപരമായി എന്താണ്? സൾഫേനിക് ആസിഡ്, ഒലീക് ആസിഡ്, സൾഫോണിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്. കറക്റ്റ് ഉത്തരം പോൾ ചെയ്തു. കുഴപ്പമില്ല. ഡിറ്റർജന്റ് രാസപരമായിട്ട് എന്താ എന്ന് ചോദിച്ചാല് സൾഫോണിക് ആസിഡ് ആണെന്ന് മാറിപ്പോകാതെ പഠിച്ചേക്കണേ. ചോദ്യം 9. സോപ്പിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ഘടകം? യെസ് അപൂറ. സീറ്റേൻ നമ്പർ, ഒക്ടേൻ നമ്പർ, ടോട്ടൽ ഫാറ്റി മാറ്റർ. ഇതൊന്നുമല്ല. പോൾ ചെയ്യാം. ക്വാളിറ്റി ഓഫ് സോപ്പ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. കട്ട് ചെയ്യുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. TFM അല്ലെ, ടോട്ടൽ ഫാറ്റി മാറ്റർ. ചോദ്യം 10 എ എന്ന് വെച്ചാൽ എന്താണ്? സീറ്റേൻ നമ്പർ ഡീസലിന്റെ ഗുണമാണ്. സോപ്പിനെ അതിന്റെ ലൈനിൽ നിന്നും വേർതിരിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ്? ഞാൻ ഒരു സെക്കൻഡേ, ഞാൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാം കേട്ടോ. തന്നിരിക്കുന്നതിൽ ഞാൻ ഓപ്ഷൻസ് മാറ്റാൻ മറന്നുപോയി. ദുരവസ്ഥ. നോക്കിക്കോ, ശ്രദ്ധിച്ചോ. എല്ലാം ഊരിക്കിടക്കുകയാണ്. ഒരു സെക്കൻഡ്. സാഡ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, വല്ലാത്തൊരവസ്ഥ. പറ ടൈപ്പ് ചെയ്തതാ. നോക്കിക്കോ. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് മഗ്നീഷ്യത്തിന്റെ സൾഫേറ്റ്. എന്തായാലും കട്ട് ചെയ്യണ്ട. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് കാൽസ്യത്തിന്റെ ക്ലോറൈഡ്. മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സോഡിയത്തിന്റെ ഹൈഡ്രോക്സൈഡ്. നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സോഡിയത്തിന്റെ ക്ലോറൈഡ്. ഇതെവിടെയോ ഞാൻ മാറ്റിയതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോ നിങ്ങൾക്ക് ഇനി ഇതിന്റെ കറക്റ്റ് ഉത്തരം പോൾ ചെയ്യാം. ഓക്കെ, സോപ്പിനെ അതിന്റെ ലൈനിൽ നിന്നും വേർതിരിക്കുന്ന ലവണം. പോൾ ചെയ്തു. നോക്കിക്കോ, ഇത് കറങ്ങി തിരിഞ്ഞ് വേറെ എവിടെയെങ്കിലും വരും. ഈ ക്വസ്റ്റ്യൻ വരും എവിടെയെങ്കിലും. ഞാൻ കൊടുത്തതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ത് പറ്റിയുണ്ട്? അയ്യടാ, സോപ്പിനെ അതിന്റെ ലൈനിൽ നിന്നും വേർതിരിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ഏതാണെന്നറിയോ? ഓപ്ഷൻ ഡി, സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പാണ്. ഉപ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് അവൻ സോപ്പ് തന്നെയാണ് കേട്ടോ. ഇനി പ്രതല ബലം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദ്രാവകങ്ങൾ ഉപരിതലത്തിലേക്ക് പ്രയോഗിക്കുന്ന ബലം ശ്യാനബലം, കേശികത്വം, പ്ലവക്ഷമ ബലം, പ്രതല ബലം. കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് പോൾ ചെയ്യാം. പ്രതല ബലം മാറ്റിയിട്ട് പ്രതല വിസ്തീർണം എന്നാക്കിക്കോ, ഏരിയ. മനുഷ്യന്റെ അല്ല, എന്നിട്ടും എനിക്കൊരു സമാധാനം ഉണ്ട്. എനിക്ക് ഇത്തിരി റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. കാരണം 44% ഉത്തരം തന്നുള്ളൂ. ദേവു 44%. പോട്ട്. അശ്വന്തേ കിട്ടിയോടാ നിനക്ക്? PDF ഒക്കെ കിട്ടിയായിരുന്നു. 66% സംഭവം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. താങ്ക് ഗോഡ്. അല്ലാതെ എന്ത് പറയാൻ. പ്രതല ബലമാണ് അതിന്റെ ഉത്തരം കേട്ടോ. സാരംഗി നീ ഉണ്ടായിരുന്നല്ലേ? എന്ത് പറ്റിയൊന്നു 2-3 ദിവസമായിട്ട്. എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് മനസ്സങ്ങ് റിട്ടയർഡ് ആയി തോന്നുന്നു. LSD എന്ന ലൈസർജിക് ആസിഡ് ഡൈഎഥിലമൈൻ ആണ്. ഇത് നിങ്ങൾക്ക് പറയാം. സിമ്പിൾ, ഹംബിൾ ആൻഡ് ബംബിൾ ആണ്. ഈ ഉത്തരം നിങ്ങൾ കൊടുത്തേ. ഒരു ക്വസ്റ്റ്യൻ ഇത്തിരി മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും എന്നെ ട്രോൾ ചെയ്തു അല്ലേ? കണ്ട ആർക്ക് മാറിപ്പോയി എന്ന്? ചതിയോ? എന്ത് കൊടും ചതി? എന്ത് കൊടും ചതി? പാട്ട്
എത്ര പേർക്ക് പണി കിട്ടിയതായിട്ട് മനസ്സിലായി? കമന്റ് ബോക്സിൽ വന്ന് റിപ്പോർട്ട് ചെയ്തോളൂ. വരൂ വരൂ വരൂ, അടിക്കി വരൂ. ഇതെന്ത് ഭഗവാനെ, ചാകര മീൻ പിടിച്ചിട്ട് ഈ മറ്റേ മത്തിയുടെ ചാകര വന്നതുപോലെയാണല്ലോ വരുന്നത്. പക അത് വീട്ടാനുള്ളതാണ് മക്കളെ, പക അത് വീട്ടും. ചിലർക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? നിങ്ങൾ അറിയാതെ ഞാൻ സൈക്കോ ആയി നോക്കൊള്ളാം. കണ്ടാ, വാല് നോക്കിയില്ല. ചിലരൊക്കെ, നീനയ്ക്ക് ഇപ്പോഴും പിടികിട്ടിയില്ലേ? അഖിലയ്ക്കും പിടികിട്ടിയില്ല. എനിക്ക് വയ്യ. ഒന്നും കൂടെ അങ്ങോട്ട് നോക്കിക്കേ. ലൈസർജിക് ആസിഡ് ഡൈഎഥിലമൈൻ എന്നാണോ അതോ ഡൈഎഥിലമൈഡ് ആണോ നമ്മുടെ LSD? അമൈഡ് അല്ലേ? ഓർഗാനിക് സംയുക്തങ്ങളിൽ അമൈൻ കോമ്പൗണ്ട്സും ഉണ്ട്, അമൈഡ് കോമ്പൗണ്ട്സും ഉണ്ട്. വാല് നോക്കാതെ എനിക്കറിയാം, വാല് നോക്കൂലെന്ന് എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഇതാണ് അതിന്റെ ആൻസർ. കണ്ടോ, ഇതാണ് ഉത്തരം. എന്നാലും മിസ് ചെയ്യണ എന്നാലും ഇല്ല, ഒരു ദാക്ഷണ്യം ഇല്ല എനിക്ക്. കുറച്ച് കണ്ടോ, കഴിഞ്ഞ ചോദ്യം തെറ്റിപ്പോയത് ഇങ്ങനെ ഭയങ്കരമായ ഒരു സംഭവം, ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ എത്ര പേർക്ക് പിടികിട്ടി? ചെറിയൊരു തെറ്റ്. ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളിൽ പലരും വിചാരിച്ചു കാണുമോ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക്. സത്യം പറയൂ, എത്ര പേര് അങ്ങനെ കരുതി? അത് വലിയ കാര്യമാക്കാനൊന്നുമില്ല. അമ്മയുടെ അമ്മേന അതൊക്കെ അങ്ങ് ഒരുപോലെ ആയിരിക്കും. കണ്ടോ ക്രൂരമായ ചിരി. അതാണ് ഞാൻ ചിരിക്കും, ഞാൻ ഇനിയും ചിരിക്കും. ഇപ്പൊ മനസ്സിലായോ? ഡൈഎഥിലമൈൻ അല്ല, അമൈഡ്. 100,000 തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്ന് കരുതി അല്ലേ സോണിയ? ഇതെന്താ സംഭവം? സോണിയ, അങ്ങനെയൊക്കെ ആണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം ചിലർക്ക് ഇത് എന്താന്നേ പിടിയില്ല. അവർക്ക് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അല്ലേ? എന്താണെന്നറിയോ? ഇത് ഇത്രയേ ഉള്ളൂ. ഈ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആസിഡാണ്. മിസ് പോൾ ഇടത് തെറ്റാണെന്ന് കരുതി അവസാനം വരെ. പോൾ ഇട്ടത് തെറ്റാണെന്ന് കരുതി അല്ലേ? എനിക്കറിയാം, അങ്ങനെ കരുതുന്നു. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് കരുതി ജാക്ക് സ്പാരോ. പിന്നെ ആരാണ് അതിനിടയ്ക്ക്? നീന എന്തോന്നോ പറഞ്ഞു കേട്ടോ. എന്താണ് പറഞ്ഞത്? തലയിരിക്കുമ്പോ വാല് നോക്കരുത് എന്നല്ലേ പറയാറ്? അത് തന്നെ. വാല് നോക്കാതെ മാർക്കും പോയല്ലോ. കൊള്ളാം. യെസ്. നാക്കിൽ വെക്കുന്ന സ്റ്റാമ്പ് ഉണ്ട്, മിണ്ടാതിരി സാരംഗി, എന്റെ പൊന്നു ചെറുക്കാ, പിള്ളേർക്കൊന്നും പറഞ്ഞു കൊടുക്കാതെ. അവസാനം ഞാൻ ജയിലിൽ പോയിട്ട് വരും. ഇത് എവിടെ നിന്ന് കിട്ടി? അവസാനം അത് മിസ് പറഞ്ഞു തന്നു. ഏത് മിസ്? അത് ദീപിക. എവിടെയുള്ളത്? അത് തിരുവനന്തപുരത്തുള്ളത്. വയ്യ വയസ്സാം കാലത്ത് ഇനി അവിടെ ചെന്ന് കിടക്കാൻ ജയിലിലൊക്കെ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. അതാണ് ഗോസ്റ്റ് റൈഡറിന് ഇപ്പൊ കയറിയതുകൊണ്ടൊന്നും മനസ്സിലായില്ല. നന്നായി മോനെ, നന്നായി. അടുത്തത്, ആദ്യത്തെ വേദന സംഹാരി കണ്ടെത്തിയത് ആര്? ആൽബർട്ട് ഹോഫ്മാൻ, അലക്സാണ്ടർ ഫ്ലെമിങ്, എഡ്വേർഡ് ജെന്നർ, ഫെലിക്സ് ഹോഫ്മാൻ. കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് പോൾ ചെയ്യാം. മിത്ര, പോൾ ചെയ്തോ? എനിക്കറിയാം നിങ്ങൾ എല്ലാരും തെറ്റിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇത് പോൾ ചെയ്തോ നോക്കട്ടെ. എനിക്കൊരു ക്രൂരമായ ചിരി വന്നു ആ സമയത്തുള്ളില്. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അവസാനത്തെ അമ്മയെ ശ്രദ്ധിക്കൂലെന്ന്. അതുകൊണ്ട് ഒന്ന് നോട്ടമിട്ട് വെച്ചു ആ പുള്ളിക്കാരനെ ഞാൻ ചോദിക്കും. ആദ്യത്തെ വേദന സംഹാരി കണ്ടെത്തിയത്. കണ്ടോ, അപ്പൊ അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഒരു ക്വസ്റ്റ്യനെ ഡയറക്ട്ലി ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിച്ചിരിക്കുകയാണ് അല്ലേ? അതായത് ആദ്യത്തെ വേദന സംഹാരി ഏതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? യെസ്. ഏതാണ്? മണിക്കുട്ടി, നീന, മിത്ര, എന്താണ് അഞ്ജലി, എല്ലാരും പറയൂ. ലഷീനെ, ഇന്ന് നമ്മുടെ സൂത്രനും ശരിയൊന്നുമില്ലേ? ഫെലിക്സ് ഹോഫ്മാൻ കണ്ടെത്തിയ ആസ്പിരിൻ അല്ലെ? എബി, ദേവു, ഷംസി, നൗഷി, സ്വാതി, എല്ലാരും വരൂ. എല്ലാരും കമന്റ് ബോക്സിലേക്ക് വരൂ. ഏതാണ്? ആസ്പിരിൻ ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിലെ ഒരു സ്റ്റെബിലൈസർ ഏതെന്നാണ് ചോദ്യം. വൈശാഖെ, ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ, സുക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്, ഇവയെല്ലാം. ഇത് കേൾക്കുമ്പോ ഇതൊക്കെ എന്താന്ന് തോന്നും? 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാ. പോൾ ചെയ്യാം. അല്ല, ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലാസ്സിനകത്ത് 100 പേര് പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 96 പേർക്കും ഈ എഴുതിയിരിക്കുന്ന സംഗതികൾ എന്തൊക്കെയാന്ന് ഒരു പിടിയില്ല. പിന്നെ നമുക്കൊരു ധാരണയുണ്ട്. ധാരണയുണ്ട്. ഇവയൊന്നുമല്ല, എയും സിയും ഇതൊക്കെ കാണുമ്പോ പിന്നെ അത് മാത്രം കൊടുത്താൽ മതി, വേറെ എന്താന്ന് നോക്കിയേ വേണ്ട അല്ലേ? സത്യം പറ, ഇങ്ങനെ എത്ര പേര് പോൾ കൊടുത്തു? നമ്മൾ ഇതൊക്കെ കഴിഞ്ഞല്ലേ. എനിക്കിതായിരുന്നു പണി. ക്വസ്റ്റ്യൻ വായിക്കൂല, ഇവയെല്ലാം ഉണ്ടെങ്കിൽ അത് തന്നെ ഞാൻ കൊടുക്കും. കണ്ടോ? എന്നിട്ട് ഇവിടെ അതിനിടയ്ക്ക് എ ബി ആണെന്ന് തോന്നുന്നു പറയുന്നിട്ട് വി ഗാർഡ് ആണോ എന്ന്. എന്റെ പൊന്നു കുഞ്ഞെ, അത് വി ഗാർഡ് ഒന്നുമില്ല, ആ സ്റ്റെബിലൈസർ അല്ല. നമ്മുടെ കൃത്രിമ പാനീയങ്ങളില് കണികകൾ അടിയുന്നത് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസർ ആണ് കേട്ടോ. എന്നാകുമ്പോ പെപ്സിയുടെ കുപ്പിക്കകത്ത് വി ഗാർഡിന്റെ ചെറിയ ഇത്ര നാനോ ഐസി സംഗതികൾ ഇടൂന്നല്ല.
അത് വേറൊരു സംഗതിയാണ്. അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ സ്റ്റെബിലൈസർ, അല്ലാതെ വി ഗാർഡ് കണക്ട് ചെയ്തിട്ട് വെക്കൂന്നല്ല കേട്ടോ. ചെക്കന്റെ കാര്യം ഇവയെല്ലാം മനസ്സിലായോ? ജാസ്മിൻ, സെക്യുലർ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അടുത്ത ചോദ്യം, കുടിവെള്ളത്തിൽ അനുവദനീയമായ ഫ്ലൂറിൻ എത്ര? 2 ppm, 4 ppm, 1.5 ppm, 0.5 ppm. ഇതെനിക്കൊന്ന് കാണണമല്ലോ. ഇതാല് പഠിപ്പിച്ചത്? ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ. സാരംഗേ ഫോളോ ചെയ്തു. കുടിവെള്ളത്തിൽ അനുവദനീയമായ ഫ്ലൂറിന്റെ അളവ് കട്ട് ചെയ്യട്ടെ. എത്ര പേര് ആദ്യമായിട്ട് കേൾക്കുന്നു ഇങ്ങനെ ഒരു സംഗതി? ഈ ഫ്ലൂറിന്റെ അളവ് കുടിവെള്ളത്തിലെന്നല്ല എന്തിലും ഒരുപാടായാലും ഫ്ലൂറോസിസിന് കാരണമാവും അല്ലെ? ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ഫ്ലൂറിൻ എത്ര എന്ന് ചോദിച്ചാൽ സാത്തിര ഉത്തരം എത്രന്നറിയോ? അത് 1.5 ppm. പരമാവധി ഒന്നാ പറയുന്നത്. പിന്നെ ഡിസൈറബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 1.5 ആണ് കേട്ടോ. യെസ്, മനസ്സിലായോ? ഷംസി ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ആതിര ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനെ പാട്ടൊക്കെ വിളിക്കുന്ന മനസ്സിലായോ? 5 പോരെ അപ്പോന്ന്. ഇത് 5 അല്ല, ഇത് 0.5 അല്ല, അതിന്റെ മാക്സിമം ആണ്. അനുവദനീയമായ പരമാവധി ആ ലിമിറ്റ് തന്നെ കൊടുക്കണം കേട്ടോ. അത് 1.5 ppm കേട്ടോ. ഇനി ppm എന്ന് വെച്ചാൽ പാർട്സ് പെർ മില്യൺ കേട്ടോ. അടുത്ത ചോദ്യം, യെസ്, അന്നജത്തിലെ പഞ്ചസാര. ഇത് സിമ്പിൾ ആണ്. ഫ്രക്ടോസ്, മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ്. ഇത് നിങ്ങൾ പോൾ ചെയ്യുന്നതാണ് എന്റെ ഒരു വിശ്വാസം. സിമ്പിൾ, ഹംബിൾ ആൻഡ് ബംബിൾ. കട്ട് ചെയ്യുന്നേ. അന്നജത്തിലെ പഞ്ചസാര എല്ലാവർക്കും കിട്ടിക്കാണും. മാൾട്ടോസ്. യെസ് ആഷിക്കേ. താപനില കൂടും തോറും ജലത്തിന്റെ പ്രതല ബലം കുറയുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് ഇത് പോൾ ചെയ്യാം. പോൾ ചെയ്തോ. ആഹാ, ശ്രദ്ധിച്ചിട്ടൊക്കെ പോൾ ചെയ്യുക. കട്ട് ചെയ്യുന്നു. താപനില കൂടുന്തോറും ജലത്തിന്റെ പ്രതലബലം ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നു? കുറയുന്നു. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. എന്തുകൊണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഐസിന്റെ ദ്രവണാങ്കം എത്ര? ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്, 370 കെൽവിൻ. ഇതൊന്നുമല്ല. കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോൾ ചെയ്യാം. പോൾ ചെയ്തോ. ഓപ്ഷൻസ് ഇതിൽ കുറച്ചും കൂടി ഒന്ന് കടുപ്പിക്കാമായിരുന്നു, കടുപ്പിച്ചില്ല. അപ്പൊ യഥിൽ അമ്മായിയുടെ ഒന്ന് നോക്കിക്കോണേ, നല്ലൊരു ക്വസ്റ്റ്യനാ. സിമ്പിൾ അല്ലെ? ഐസിന്റെ ദ്രവണാങ്കം എത്ര എന്ന് ചോദിച്ചാൽ 0 ഡിഗ്രി തന്നെയാണ് അല്ലെ? അടുത്തതേ, ഖരാങ്കം എന്ന് വെച്ചാൽ ഡാഷ് ഡാഷ് ആകുന്ന താപനിലയാണ്. എന്താകുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു തരണേ. A, B. നോക്കൂ, ഞാൻ ഇവിടെ ഈ ആദ്യത്തെ ഡാഷ് എന്ന് പറയുന്നത് എയും രണ്ടാമത്തേത് ബിയും ആണ്. അപ്പൊ A, Bയിൽ ഉത്തരം പറഞ്ഞു തരിക. ദ്രാവകം വാതകം, ഖരം വാതകം, ദ്രാവകം ഖരം, ഇവയെല്ലാം. കറക്റ്റ് ഉത്തരം പോൾ ചെയ്തോ. ഖരാങ്കം ഇതിൽ ഏതായിട്ട് മാറുന്നത്? ഓർഡറിൽ തന്നെ ഉത്തരം നോക്കണം. വെരി ഗുഡ്. നല്ല ഉത്തരം കിട്ടി. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ദ്രാവകം ഖരമായിട്ട് മാറുന്നത് ലിക്വിഡ് സോളിഡ് ആകുന്നതാണ് കേട്ടോ. അടുത്തത് ചോദ്യം 20. മർദ്ദവും തിളനിലയും നേരനുപാതത്തിലാണ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ? പോൾ ചെയ്യാം. ഓ, നാൽപ്പത്തിരണ്ടും 58. കട്ട് ചെയ്യുന്നു. അതിന്റെ ഉത്തരം എന്താ? അത് കറക്റ്റാ. ജലത്തിന്റെ തിളനില വെച്ച് നോക്കിയാൽ മതി അല്ലേ? കുക്കർ അത് തന്നെ. നേരനുപാതം കറക്റ്റ് തന്നെയാണ്.
ഇനി കാപ്പിയിലുള്ള ആസിഡ് ഏതാണ്? ക്വിനിക് ആസിഡ്, തെയിൻ, കഫീൻ, കാർബോണിക് ആസിഡ്. അപ്പോൾ ചെയ്യാം. ഈ പിള്ളേരുടെ അടുത്ത് എനിക്ക് വയ്യേ പറഞ്ഞു വയ്യ. 47 പോയി. ഇനി ഞാൻ ഒന്നും പറയാം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ. ഒരു തീരുമാനം ഉണ്ടാക്കി തരൂ. കാപ്പിയിലുള്ള ആസിഡ് ഏതാ? എനിക്ക് 47% കഫീൻ തന്നു, 47% ക്വിനിക് ആസിഡും തന്നു. ഞാനിപ്പോ എന്തെഴുതും? അറിയാത്തോണ്ടല്ലേ മിസ്സേന്ന്. ഇത് എത്ര തവണ ഞാൻ പറഞ്ഞെന്നോ? എനിക്ക് എന്നെ പിടിയില്ല. കാപ്പിക്ക് കാപ്പിയുടേതായ ടേസ്റ്റും ഗുണങ്ങളും നൽകുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക സംയുക്തം ആൽക്കലോയിഡ് ഏതാ എന്ന് ചോദിക്കുമ്പോ വേണം കഫീൻ കൊടുക്കാൻ. ഇഞ്ചിയില് ജിഞ്ചറിൻ പോലെ, കുരുമുളകില് പെപ്പറിൻ പോലെ, മുളകില് കെപ്സിസിൻ പോലെ, പുകയിലയില് നിക്കോട്ടിൻ പോലെ, മഞ്ഞളില് കുർക്കുമിൻ പോലെ, നീമില് മാർഗോസിൻ പോലെ, കുങ്കുമപ്പൂവില് ബിക്സിൻ പോലെ. ഇവിടെ ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ? കാപ്പിയിലുള്ള ആസിഡ് ഏതെന്നാണേ. അതിന്റെ ഉത്തരം ക്വിനിക് ആസിഡ് ആണ്. എത്ര പേര് ആദ്യമായിട്ട് കേൾക്കുന്നു? അത് അസ്വാദി പറഞ്ഞ പോലെ ക്വിനിക് ഇല്ല എങ്കിൽ അല്ലേ നമ്മുടെ ഗ്രീൻ കോഫിയിലെ ക്ലോറോജനിക് ആസിഡ്. അതും കറക്റ്റാ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ് അയന, യെസ് ഓക്കെ. അപ്പൊ ഇലകളും പഴങ്ങളും ഒക്കെ കൊഴിയാൻ കാരണം ബാർബിക്യൂറിക് ആസിഡ്, അബ്സിസിക് ആസിഡ്, നിക്കോട്ടിനിക് ആസിഡ്, ഫോമിക് ആസിഡ്. കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് പോൾ ചെയ്യാം. നിങ്ങൾ പോൾ ചെയ്തോ? അപ്പൊ അൺ അക്കാഡമിയിൽ നിന്ന് ഒരു കോളെ ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ ഹലോ ആദർശ് പറഞ്ഞു. ഹലോ പറഞ്ഞു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇപ്പൊ ലൈവ് ക്ലാസ്സാ. ലൈവ് അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് അയക്കാം. ഇപ്പൊ ലൈവിലാണ്. ഞാൻ പറയാം. ഞാൻ അയക്കാം. ഓക്കെ. അപ്പോ ഇലകളും പഴങ്ങളും കൊഴിയാൻ കാരണമായ ആസിഡ് ഏതാ എന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയവും ഇല്ല, അബ്സിസിക് ആസിഡ് ആണ് കേട്ടോ. ഇനി പാലിലുള്ള ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ്, ലാക്ടോസ്, സിട്രിക് ആസിഡ്, ലാക്ടിക് ആസിഡ്. പോൾ ചെയ്യാം. നോക്കി കണ്ടൊക്കെ പോൾ ചെയ്തോ? ഒന്നുമില്ല, നമ്മുടെ അടുത്ത കോഴ്സിന്റെ ഷെഡ്യൂള്. അപ്പൊ അത് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഒരു 2%. എന്റെ ഭഗവാനെ, 1% കൊടുത്ത ഉത്തരം 96%. പാലിലുള്ള ആസിഡ് ഏതാ? ഇതൊന്നും അറിഞ്ഞൂടെ? പാലിലുള്ളതാണ് ലാക്ടിക് ആസിഡ് കേട്ടോ. പാലിലെ ഷുഗർ ആണ് ലാക്ടോസ് കേട്ടോ. ഡിഗ്രി കോഴ്സ് അത് തന്നെ സാരംഗെ. വൈറ്റമിൻ B9 രാസപരമായിട്ട് എന്താണ്? നിയാസിൻ, പാൻഡോതെനിക് ആസിഡ്, ഫോളിക് ആസിഡ്, അസ്കോർബിക് ആസിഡ്. ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരം സബ്ലോക് പോൾ കരോ. വൈറ്റമിൻ B9 രാസപരമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, നമുക്കറിയാം അത് ഫോളിക് ആസിഡ് ആണല്ലേ. അടുത്തത്, വാളൻപുളിയിലുള്ള ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്, ഗാലിക് ആസിഡ്, സൾഫേനിക് ആസിഡ്, അസിറ്റിക് ആസിഡ്. പോൾ ചെയ്തോ? വാളൻപുളി. ടാമറിൻഡ്, അങ്ങനെ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. 96. നിങ്ങൾ ഇതിങ്ങനെ അവസാനം കൊണ്ടുവച്ച് നിർത്തുന്നത് എന്തേ? കട്ട് ചെയ്യുന്നു. വാളൻപുളിയിലുള്ള ആസിഡ് ഏതാ? പുളി, മുന്തിരി. പുലിയല്ല. പുലിയിലുള്ള ആസിഡ് ഒക്കെ എങ്ങനെ ടേസ്റ്റ് ചെയ്തു? പുളി കേട്ടോ. പുലി എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. പുളി, മുന്തിരി, വൈന്, ഇതിലെല്ലാം ഉള്ള ആസിഡ് ഏതാണ്? അത് ടാർട്ടാറിക് ആസിഡ് ആണെന്ന് മാറിപ്പോ, അത് പഠിച്ചേക്കണം കേട്ടോ. സാരംഗെ അടിപൊളി. 8:50 AM ആണ് ഡിഗ്രിയുടെ ക്ലാസ്. ടൈം വേറെ ഇല്ല കേട്ടോ, ടൈം ഇല്ല വേറെ. നൈലോണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഫൈറ്റിക് ആസിഡ്, കാറ്റച്യോണിക് ആസിഡ്, അഡിപ്പിക് ആസിഡ്. ഇതൊന്നുമല്ല. കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് പോൾ ചെയ്യാം. നൈലോൺ. പോൾ ചെയ്തോ? രാവിലെ 8:50 AM ആണ്. 8:50 ഒക്കെ വെക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ സമയത്തിന്റെ ആ ഒരു ഗതികേട്. 8:50. ഞാൻ ഉദ്ദേശിച്ച ടൈം ഒന്നും എനിക്ക് കിട്ടിയില്ല. നൈലോണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ എന്ന് ചോദിക്കാം. ഉത്തരം വന്നിട്ട് അഡിപ്പിക് ആസിഡ് ആണേ. അടുത്തത്, തക്കാളിയിലുള്ള ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ്, കാർബോളിക് ആസിഡ്, സിട്രിക് ആസിഡ്, ലാക്ടിക് ആസിഡ്. കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോൾ ചെയ്യാം.
അപ്പൊ ഞാൻ ടൈം ആഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഇല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടിപ്പോയേനെ. പിന്നെ നമുക്ക് ഈ 7 മണിക്ക് നമ്മൾ സ്പെഷ്യൽ വെക്കും, പിന്നെ 8 മണിക്ക് വേറെ കോഴ്സ് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതാണ് ഈ രാത്രി കിട്ടാത്ത. പിന്നെ നമ്മുടെ പതിവ് സമയങ്ങളൊക്കെ പോയിട്ട് പിന്നെ അതേ ഉള്ളൂ. കട്ട് ചെയ്യാണേ. തക്കാളിയിലുള്ളത് ഓക്സാലിക് ആസിഡ് ആണെന്ന് മാറിപ്പോവരുത്. അതേണ്ടേ ദേ കണ്ടോ, പിള്ളേര് തക്കാളിയുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ദേ പറയുന്നുണ്ട്. ഷംന നെറ്റ് സ്ലോ ആയിരുന്നോ? പോട്ടെ, സാരംഗേ നോക്കടാ, നീ പരമാവധി നോക്ക് കേട്ടോ. ബോട്ട് CP. ആസ്പിരിൻ രാസപരമായിട്ട് എന്താണ്? ലൈസർജിക് ആസിഡ്, അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ബോറിക് ആസിഡ്, സോർബിക് ആസിഡ്. കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് പോൾ ചെയ്യാം. പോൾ ചെയ്തോളൂ. ഒരു ചോദ്യം കൂടി നിങ്ങളെ ഞാൻ ഇപ്പൊ വിടുന്നതായിരിക്കും, കാരണം ഇതിന്റെ ബാക്കി ആസിഡ്സ് നമ്മൾ ധാതു ആസിഡുകൾ നോക്കിയതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സിമ്പിൾ ഹംബിൾ ബംബിൾ. ഇതൊക്കെ എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ച്, ഈ വക കാര്യങ്ങൾ പഠിക്കാനാണ് എല്ലാവരെയും പ്ലസിലേക്ക് വിളിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഒരു 3 മാസത്തേക്കുള്ളതെങ്കിലും എടുത്തു നോക്കൂ. നമ്മൾ ഒരു പുതിയ കോഴ്സ് ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്, ആസ്പിരിൻ അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അടുത്തത് ചോദ്യം 29. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു പ്രിസർവേറ്റീവ് ഏതാണ്? സിട്രിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, അസിറ്റിക് ആസിഡ്, ഇവയെല്ലാം. പോൾ ചെയ്യാം. പോൾ ചെയ്തു. വെരി ഗുഡ്. നിങ്ങൾ ആ ലോജിക്ക് മനസ്സിലാക്കി കൊടുത്തു. ഒരു പ്രിസർവേറ്റീവ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോ സിട്രിക് ആസിഡും സോഡിയം ബെൻസോയേറ്റ് അഥവാ ബെൻസോയിക് ആസിഡും അസിറ്റിക് ആസിഡും ഇതെല്ലാം പ്രിസർവേറ്റീവ് തന്നെയാണല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ണ് വൃത്തിയാക്കുന്ന ലായനി. ബോറിക് ആസിഡ്, സോർബിക് ആസിഡ്, കഫീക് ആസിഡ്, ഇതൊന്നുമല്ല. കറക്റ്റ് ഉത്തരം പോൾ ചെയ്യാം. പോൾ ചെയ്തോ. ടൈം അപ്പ് ആയില്ലല്ലോ ഒന്നും. വലിയ സന്തോഷം ടൈം അപ്പ് ആവാത്തത്. അപ്പോ കണ്ണ് വൃത്തിയാക്കുന്ന ലായനി ഏതാന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, കട്ട് ചെയ്യുന്നു. അതിന്റെ ഉത്തരം എന്താ? കുറെ തെറ്റിപ്പോയോ? അത് ബോറിക് ആസിഡ് ആണല്ലേ. നമുക്ക് നോക്കാം ലീഡർ ബോർഡ്. കഴിയാറ എല്ലാ ടോപ്പിക്കൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. ഇനി തപ്പി പിടിച്ചെങ്കിലേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. റൗഫിയ വെരി ഗുഡ്, 1ാം സ്ഥാനം. 2ാം സ്ഥാനം ദേവ്, വെള്ളി. 3ാം സ്ഥാനം മഞ്ജു, വെങ്കലം. സ്വർണം, വെള്ളി, വെങ്കലം 3 പേര് കൊണ്ടുപോയി. കൊടു കയ്യടി പിള്ളേർക്ക്. 4 ലഷീൻ, 5 മിത്ര, 6 നീന, 7 വിജി, 8 ആതിര, 9 വിദ്യ, 10 ഇർഫാൻ. എവിടെ രശ്മി? എവിടെ സ്വാതി? എവിടെ ദേവോ? പറയൂ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എവിടെ കാസ്പർ? എവിടെ ജാക്സ്പാരോ? എവിടെ സാരംഗ്? എവിടെ? എല്ലാരും വരും. സുനൈനയാണ് 11. യെസ്. അപ്പോ ദേവു 25 മാർക്ക്. എല്ലാവർക്കും 25, 15 ഒക്കെയാണ്. അതെന്താ, സിമ്പിൾ അല്ലേ? കട്ട് ഓഫ് ഞാൻ തരട്ടെ? യെസ്. എല്ലാവരുടെ അമ്മു, രാജുബായി, യെസ്, ജാസ്മിൻ, ശ്രീജിത്ത്, ചിഞ്ചു, നിങ്ങളുടെ എല്ലാവരുടെ മാർക്ക് ഞാൻ കാണുന്നുണ്ട്. യെസ്. അഖില, റിനീഷ, ലേറ്റ് ആയിപ്പോയി. അശ്വന്തേ, വാട്ടർ പഠിക്കാതെ തെറ്റിച്ചു കളഞ്ഞു. ശ്യാമ, യെസ്. എബി ഓടുന്ന എന്തിനാ? മാർക്ക് പറഞ്ഞിട്ട് ഓടിയാൽ മതി. അയന 23. അയന ലീഡർ ബോർഡിൽ വരണം. സോജ 2 ബോൾ മിസ്സായി, 24. മാളു 25. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. 30 ബെറ്റർ ആണ്. കട്ട് ഓഫ് ഞാൻ തരട്ടെ. 30 നമ്മുടെ കട്ട് ഓഫ് 18 ആണ്. 18 മാർക്കും അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഓക്കെ, കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വാട്ടർ പഠിച്ചില്ലേ? ഇന്നലെ നിങ്ങൾ പഠിച്ചതല്ലേ, അപ്പൊ പിന്നെ ഇനി ഫ്രഷ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്? ഓർക്ക് എഴുതാൻ പറ്റില്ലേ? ലീഡർ ബോർഡ് ഒന്നും കൂടെ വേണോ സംഗീത? ഒന്നും കൂടി കാണിച്ചു തരാം. പിന്നെന്താ, ഇതാ കണ്ടോ, ഞാൻ ലീഡർ ബോർഡ് ഓരോ തവണ ഇങ്ങനെ ഇവിടെ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 10 പേരല്ലാതെ നിങ്ങളുടെ റാങ്കും വരുമോ? കൂടെ വരുമല്ലേ? അതിനൊപ്പം വരും. ഈ 10 കൂടാതെ ഇപ്പൊ നിങ്ങൾക്ക് 25ാമത്തെ ആണെങ്കിൽ നിങ്ങൾ 25ഉം കാണിക്കും. ഓക്കെ. അപ്പോ നാളത്തെ ഞാൻ പറയട്ടെ. നാളെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഇന്ന് 11, നാളെ 12 അല്ലേ? നാളെ 12ാം തീയതി. 12ാം തീയതി ഓർമ്മയുണ്ടോ ഏതാന്ന്? നാളെ വന്നിട്ട് കോമ്പൗണ്ട്സ് ആണ്. ഇമ്പോർട്ടന്റ് കേട്ടോ. കോമ്പൗണ്ട്സ്, സംയുക്തങ്ങളാണ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ്. നാളെ രാത്രി 7 മണിക്കും ഉണ്ട് ഡിഗ്രി ലെവലിന് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഗ്രി ലെവൽ സ്റ്റാർട്ട് ചെയ്യാം. നാളെ പിന്നെ നമുക്ക് ഇന്നില്ല. ഇന്ന് ശുക്രൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഇന്നിനിയില്ല. മറ്റന്നാളാണ് ഭൂമി. ആദം ഇല്ലായിരുന്നു. ആദം ഇല്ല അല്ലേ? ആദത്തിന് എന്ത് പറ്റിയോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഞാൻ അപ്പൊ പോയി ബാക്കിയൊക്കെ ഷെഡ്യൂൾ ചെയ്യട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യും?
പ്ലസിൽ ഇല്ലാത്തവരൊക്കെ ഇതേ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കുന്ന ലിങ്ക് എടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് റെഫറൽ കോഡ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വരൂ കേട്ടോ. ഡിഗ്രി ലെവൽ ഒന്നും കൂടെ തെളിച്ച് പറയാനോ, ഡിഗ്രി ലെവലിന്റെ കോഴ്സ് ഈ വരുന്ന ഫെബ്രുവരി 26 സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? ചിലപ്പോ മലയാളത്തിലായിരിക്കും, ചിലപ്പോ ഇംഗ്ലീഷിലായിരിക്കും. ഫിസിക്സും കെമിസ്ട്രി എടുക്കുന്ന ഞാനാ. മനസ്സിലായി? തെളിച്ച് പറഞ്ഞതാ. മനസ്സിലായല്ലോ? ഫെബ്രുവരി കേട്ടോ. എനിക്ക് വയ്യ എന്റെ ഭഗവാനെ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.